ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ കാര്യാലയത്തിലേക്ക് ഇത്തരമൊരു പ്രതിഷേധം ഏറ്റെടുക്കാൻ ഇടയായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ ബ്ലോക്ക് സെക്രട്ടറി സുഭാഷ് പാടി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നോക്കൂ, കേരളത്തിലെ ആരോഗ്യ പരിപാലനം എന്നത് ലോകത്തിന് മാതൃകയാവുന്നു. അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന മികവാർന്ന നിലയിൽ കേരളത്തിന്റെ ആരോഗ്യ പരിപാലനം മുന്നോട്ട് വരികയാണ്. നീതി ആയോഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ആരോഗ്യ പരിപാലനമുള്ള സംസ്ഥാനമാണ്, പൊതുജനാരോഗ്യ പരിപാലനമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് ഒരേ ശബ്ദത്തിൽ പറയുകയാണ്. കഴിഞ്ഞ 9-9.5 വർഷക്കാലമായി കേരളത്തിന്റെ ആരോഗ്യരംഗം മികവോടെ മുന്നോട്ട് കുതിക്കുന്ന ഘട്ടത്തിൽ അതിന് വിഘാതമായ സമീപനം സ്വീകരിക്കുന്ന കേരളത്തിലെ ചില മുനിസിപ്പാലിറ്റികളും ചില പഞ്ചായത്തുകളും എല്ലാം ഉണ്ട്. നിങ്ങൾ നോക്കൂ, അത്തരം മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കുമെല്ലാം ഭരണപരമായി നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? ഇവിടെ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്ക് ഇത്തരം ഒരു മാർച്ച് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന നിലയിൽ, ഈ കാസർഗോഡ് ചർച്ച ചെയ്യുന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ തീർത്തും സാധാരണക്കാരായ രോഗികൾ അവരുടെ അവശതകൾക്കിടയിൽ, പ്രയാസങ്ങൾക്കിടയിൽ എത്തിച്ചേർന്ന ആശുപത്രിയിൽ പോഷകാഹാരം നൽകാൻ വേണ്ടി തയ്യാറാകാത്തവരായി ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ അധികൃതർ മാറുകയാണ്. പാൽ നൽകാൻ വേണ്ടി തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലമായി 7,57,493 രൂപ കുടിശ്ശികയായി കിടക്കുകയാണ്. ഈ കാലം അത്രയും കഴിഞ്ഞ ഒരു വർഷക്കാലമായി മിൽമക്ക് പണം നൽകാൻ വേണ്ടി തയ്യാറാകാത്ത ഘട്ടത്തിൽ ഒന്നും മിൽമ പാൽ വിതരണം മുടക്കാൻ വേണ്ടി തയ്യാറായില്ല. കാരണം ഇത് പാവപ്പെട്ട രോഗികൾക്കുള്ളതാണ്. എങ്ങനെയെല്ലാം കുടിശ്ശികയായി ഇവർ മുന്നോട്ട് പോയാലും പണം വാങ്ങിച്ചെടുക്കാം എന്ന സമീപനമായിരുന്നു മിൽമ ഈ ഘട്ടത്തിൽ എല്ലാം സ്വീകരിച്ചത്. എന്നാൽ ഏതാണ്ട് 11 മാസക്കാലം കുടിശ്ശികയാക്കി വെക്കുമ്പോഴാണ് ഗത്യന്തരമില്ലാതെ പല തവണകളിലായി വാണിംഗ് നോട്ടീസ് ഉൾപ്പെടെ കൊടുത്തിട്ടാണ് ഒടുവിൽ ആശുപത്രിയുടെ സൂപ്രണ്ട് നഗരസഭയുടെ ചെയർമാനോട് നിരവധി തവണയായി അഭ്യർത്ഥിച്ചു, പാലിന്റെ പണം നൽകാൻ വേണ്ടി തയ്യാറാകണം. പാലിന്റെ പണം നൽകാൻ വേണ്ടി തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഒടുവിൽ ഈ ആഗസ്റ്റ് മാസം വരെ 12 മാസത്തിനിടയിൽ 7,57,493 രൂപ കുടിശ്ശികയായി കിടക്കുകയാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ മിൽമ പാൽ വിതരണം ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവർ, ഈ കാസർഗോഡത്തിട്ടും സാധാരണക്കാരായ മനുഷ്യരാണ് ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്നത്. സമീപത്ത് ഈ കാസർഗോഡിന്റെ അതിർത്തിയിൽ തന്നെ മംഗലാപുരം ഉൾപ്പെടെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി പണം വാരിക്കൂട്ടുന്ന ആശുപത്രികളുണ്ട്, സ്വകാര്യ ആശുപത്രികളുണ്ട്. ആ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ വേണ്ടി കഴിയാത്ത തീർത്തും സാധാരണക്കാരായ മനുഷ്യരുടെ അഭയകേന്ദ്രമായ ഈ കാസർഗോഡ് ജനറൽ ആശുപത്രിയെ നശിപ്പിക്കുക എന്നതാണ് ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി അധികൃതരുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇവർ ബോധപൂർവം ഇത് മുടക്കുന്നവരായി മാറുന്നത്. ഇപ്പോൾ ചില മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുകയാണ്. ഇവിടുന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ മേലെ പഴിചാരാൻ വേണ്ടിയുള്ള ശ്രമം ഇവർ നടത്തുകയാണ്. ആരാണ് ഇവിടുത്തെ HMC? നോക്കൂ, ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി. ആ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു ആക്ഷേപം ഈ ഘട്ടം വരെയും ഉയർന്നു വന്നോ? മുനിസിപ്പാലിറ്റി, നമ്മുടെ നാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള താലൂക്ക് ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നോ? എന്താ ഈ കാസർഗോഡ് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ഇത്തരം ഒരു ആക്ഷേപം ഉയർന്നു വരുന്നു? ഇവിടുത്തെ HMC ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി, അതിന്റെ ചെയർമാൻ ഈ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനാണ്. HMCയുടെ ചെയർമാനായിരിക്കുന്ന ആളുടെ പണി എന്താ? ലീഗുകാരായ തങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളെ ഇവിടെ താൽക്കാലിക നിയമനത്തിന് വേണ്ടി തിരികെ കയറ്റി അവരിൽ നിന്നും അഴിമതി പണം വാങ്ങൂ എന്നതിനപ്പുറം ഈ ആശുപത്രിയിൽ എന്തിടപെടലാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതർ നടത്തുന്നത്? ഇവർക്ക് പണം വാരിക്കൂട്ടാനുള്ള ഏർപ്പാടായി മാത്രം ആശുപത്രിയെ മാറ്റുകയാണ് ഇവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുത്തഴിഞ്ഞ നിലയിൽ ജനറൽ ആശുപത്രിയെ മാറ്റാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നവരായി മാറുന്നു. ഏറ്റവും മികച്ച ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്താൻ, മികച്ച ഡോക്ടർമാരെ ലഭ്യമാക്കാൻ, അത്യാധുനിക ചികിത്സകൾ നൽകാൻ, ഇതിനെല്ലാം ഗവൺമെന്റ് ഇടപെടുമ്പോഴും ഭൗതിക സാഹചര്യത്തിൽ സഹായകരമായി ഇടപെടേണ്ടുന്ന HMC ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി സമ്പൂർണമായ പരാജയമായി മാറുന്നുവെന്ന് മാത്രമല്ല, ഇവിടുത്തെ ലീഗുകാരന്റെ കുടലൂത്തുകാരായി ഈ മുനിസിപ്പാലിറ്റി മാറുന്നുവെന്നതാണ്.